ഹലോ കൂട്ടുകാരെ, ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. നിങ്ങളവർക്ക് എന്താ ഈ 10 രൂപ കാണിക്കുന്നതാണ്? ഈ 10 രൂപ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊരു 21 വയസ്സുള്ളപ്പോഴാണ് ഫാദർ എനിക്ക് തരുന്നത് കേട്ടോ. തന്നിട്ട് പറഞ്ഞു, ഈ 10 രൂപ നിനക്ക് എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞാണ് ഈ 10 രൂപ എടുത്ത് എനിക്ക് തന്നത് കേട്ടോ. കൂടുതലൊന്നും തരേണ്ട ആവശ്യമില്ല, ഇതിനോടുകൂടി ഇഷ്ടംപോലെ പൂജ്യങ്ങളുണ്ടായിക്കോളൂന്ന് അവർ വാക്കും പറഞ്ഞ് വളരെ അനുഗ്രഹത്തോട് കൊടുത്തുന്ന ഈ 10 രൂപയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു വാക്ക് അതൊന്നും മറക്കാൻ പറ്റത്തില്ല. അത് സംഭവിച്ചു. ഒരുപാട് പൂജ്യങ്ങളല്ലേലും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായ വർഷങ്ങളിലൂടെ കടന്നു പോകാൻ അനുവദിച്ചു. ഓരോ വ്യക്തി നമുക്ക് തരുന്ന പൈസയോ പ്രതാപോ ഇതൊന്നും അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നല്ല നമുക്ക് തരുന്നത് 1 രൂപയാണല്ലോ, അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് തരുന്നെങ്കിൽ അതിൽ നിന്ന് എല്ലാം ഉണ്ടായിക്കോളും, നമുക്ക് വന്നു ചേരും. നമ്മളും മാതാപിതാക്കളെ അതേ രീതിയിൽ തന്നെ സ്നേഹത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയോ അവരെ കുറ്റം പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. കാരണം കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ആരുമില്ല. പല കുറ്റങ്ങളും പൈസ സമ്പാദിക്കാതെയും പല നമുക്ക് നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ പലത് കിട്ടത്തിൽ നിന്നൊക്കെ ആഗ്രഹിക്കുമായിരിക്കും. നമുക്ക് തരാൻ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ്. ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം ചെറുതായ രീതിയിലെങ്കിലും നമ്മളിൽ എത്തിച്ചേരും, സത്യസന്ധമായ രീതിയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാനത് പറയാൻ കാരണം ഈ ഒരു 10 രൂപ തന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഫാദറിനോട് പറഞ്ഞു, 10 രൂപയാണോ ചാച്ചതായിട്ട്, 10 രൂപ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല. ഈ 10 രൂപ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതിൽ നിന്ന് എല്ലാം ഉണ്ടാകണമെങ്കിൽ ശരിക്കും കഠിനാധ്വാനം ചെയ്യണമെന്നും കൂടെ എന്നോട് പറഞ്ഞു. അങ്ങനെ യാത്രയുടെ രീതിയിൽ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ദൈവത്തിനായിരുന്നു നന്ദി. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ല ഓർമ്മകൾ, ചൈൽഡ്ഹുഡും ഓർമ്മകളും പാരൻസൊക്കെ തന്ന ആ നല്ല എൻകറേജ്, നല്ല വാക്കുകളും നല്ല ലെറ്ററുകളും, ഒരുപാട് 10,000 ലെറ്ററെങ്കിലും ഫാദർ അയച്ചിട്ടുണ്ട് എനിക്ക്. ഞാനൊരു നാണം കുടുങ്ങിയൊരു ഒരു സ്മാർട്ടൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു. പക്ഷേ എന്നെ മുന്നോട്ട് പോകാൻ, എന്നെ ഒരു ധൈര്യവതിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം അനുവദിച്ച ഫാദറിൻ്റെ നല്ല വാക്കുകൾ, മദറിൻ്റെ, അവരുടെ രണ്ടുപേരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കംപ്ലീറ്റ് പോസിറ്റീവാണെന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയിലും അവർ നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുള്ളൂ ആളുകൾക്ക്. ഞങ്ങൾ മക്കളെന്നുള്ള തിരിച്ചു വ്യത്യാസമൊന്നുമില്ല. മക്കളും അടുത്തുള്ളവരും ആരെ കണ്ടാലും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, മനുഷ്യസ്നേഹികളായിരുന്നു. അതൊക്കെയാണ് എൻ്റെ പാരൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്നും. കാരണം അവർക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമുണ്ടല്ലോ എല്ലാവർക്കും, അതിലേറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തവരായിരുന്നു. ഇഷ്ടംപോലെ സമ്പാദ്യങ്ങളും എല്ലാം ഉള്ളവരായിരുന്നു. പക്ഷേ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറേ അർത്ഥപ്രദനങ്ങൾ വന്നു.